ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനമാണ്. അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടവും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട അതിമനോഹരമായ ഒരു വചനമാണിത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ദൗത്യവും യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ഒത്തിരിയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനഭാഗം കൂടിയാണിത്. പഴയതിനെയെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതിയത് നൽകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കടന്നു വന്നത്. പഴയതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് വീണ്ടും അതൊന്നുകൂടെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്ന് വന്നത്. പകരം പുതിയത് തരാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഈ കാനായിലെ കല്യാണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ മർക്കോസും മത്തായിയും ലൂക്കായും ഒക്കെ വിട്ടുകളഞ്ഞ ഒരു ഭാഗമാണ്. പക്ഷേ യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തു വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം, അവിടുന്ന് ദൈവമാണ് എന്ന് പറഞ്ഞ് സുവിശേഷം ആരംഭിച്ചതിന് ശേഷം 2-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ തന്നെ കാനായിലെ കല്യാണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു കല്യാണ വീട്ടിൽ നടന്ന ഈ സംഭവത്തെ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു കല്യാണം മാത്രമായതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അവിടെ യേശുക്രിസ്തു മനോഹരമായ ഒരു സന്ദേശം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശു അവിടെ ഉണ്ടായിരുന്നു, പരിശുദ്ധ മറിയം അവിടെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവം അവിടെ നിറഞ്ഞു നിന്നിരുന്നു, പരിശുദ്ധ മാതാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു, വിശുദ്ധരെല്ലാം ഉണ്ടായിരുന്നു, പ്രവാചകന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് സ്വർഗം മുഴുവനും ഉണ്ടായിരുന്നു. നമ്മുടെ സകല വിശുദ്ധരുടെയും ലുത്തീനിയ ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ വിശുദ്ധരും ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. യേശുവുണ്ട്, മാതാവുണ്ട്, വിശുദ്ധരുണ്ട്, സ്വർഗം മുഴുവനുമുണ്ട്. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, അവിടെ വീഞ്ഞ് തീർന്നു പോയി. അവിടെ വീഞ്ഞ് തീർന്നു പോയി. വലിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുകയാണ്. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, അവിടെ തീർന്നു പോയ വീഞ്ഞ് എന്ന് പറയുന്നത് പഴയ വീഞ്ഞാണ്. മനുഷ്യരുണ്ടാക്കിയ വീഞ്ഞാണ് അവിടെ തീർന്നു പോയത്. മനുഷ്യർ മുന്തിരിയും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമായി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വീഞ്ഞാണ്. അത് രുചിയുണ്ട്, മധുരമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത വീഞ്ഞ് അവിടെ തീർന്നു പോയി. മനുഷ്യനുണ്ടാക്കിയെടുത്തിയ വീഞ്ഞ് തീർന്നു പോയി. ഒന്നുമില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ ദൈവം തരുന്ന വീഞ്ഞ് ആ വീട്ടിൽ ഉണ്ടാകുകയാണ്. യേശുക്രിസ്തു ഉണ്ടാക്കി തരുന്ന വീഞ്ഞ് ആ വീട്ടിൽ ഉണ്ടാകുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അർത്ഥം? പഴയ നിയമം തീരുമ്പോൾ, നിയമത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുമ്പോൾ, ടെറ്റലസ്റ്റായി എല്ലാം പൂർത്തിയായി എന്ന് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ, പഴയ നിയമത്തെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പുതിയത് തുടങ്ങുകയാണ്. നമ്മൾ ഓർക്കണം, മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരേ ഒരു കൽപ്പന കൊടുത്തിട്ട് പോലും അതനുസരിക്കാൻ സാധിക്കാതെ വിഷമിച്ച മനുഷ്യൻ 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ അതൊന്നുകൂടി ഭാരമായി അവൻ അനുഭവപ്പെടുകയാണ്. പിന്നീട് യഹൂദർ അതിനെ വർദ്ധിപ്പിച്ച് 100 കണക്കിന് കൽപ്പനകളാക്കി മാറ്റി. സാബത്തിൽ പായ എടുത്തുകൊണ്ട് നടക്കാൻ പോലും പാടില്ല എന്നുള്ള അവസ്ഥ വന്നു. ഇത്ര കിലോമീറ്ററിൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്നുള്ള അവസ്ഥ വന്നു. അടുപ്പത്ത് അല്പം
തീ കൂട്ടി അല്പം ചായ ഉണ്ടാക്കാൻ പാടില്ലെന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ നിയമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരമായിട്ടത് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും നിയമം അനുസരിച്ചുകൊണ്ട് മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഈ സമയത്താണ് ശരിക്കും യേശു ക്രിസ്തു കടന്നു വരുന്നത്. അതിന് പഴയത് അവസാനിച്ചേ പറ്റത്തുള്ളൂ. ഇതാ കാനായിലെ കല്യാണ വീട്ടിൽ പഴയത് തീർന്നു പോയപ്പോൾ പുതിയ വീഞ്ഞ് ഉണ്ടാവുകയാണ്. ആ പുതിയ വീഞ്ഞ് രുചിച്ചു നോക്കിയ സകലരും പറഞ്ഞു, ഇത്രയും കാലം ഈ വീഞ്ഞ് എവിടെയാണ് കൊണ്ടുപോയി വച്ചത്? എന്തുകൊണ്ടാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഇത്രമാത്രം നല്ല ഒരു വീഞ്ഞ് തന്നത്? ഇത്രയും കാലം കുടിച്ചിട്ടില്ലാത്ത ഈ വീഞ്ഞ് ഇപ്പോഴാണല്ലോ കിട്ടിയത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ ജീവിതം അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തു നൽകുന്ന പുതിയ ജീവിതം തുടങ്ങുകയാണ്. നമുക്ക് പലർക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ പഴയതിനെയും പുതിയതിനെയും കൂടെ ഒന്ന് കൂട്ടിക്കൊട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കുകയാണ്. നമ്മൾ തന്നെ നിയമം അനുസരിക്കാൻ നോക്കുന്നു, നമ്മൾ തന്നെ വചനം അനുസരിക്കാൻ നോക്കുന്നു, എന്നിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ പരിപാടിയും കർത്താവിൻ്റെ സഹായവും കൂടെ ചേർന്നുള്ള ഒരു മിക്സിങ് നമ്മൾ ചെയ്യാൻ നോക്കുന്നിടത്ത് നമ്മൾ വീണ്ടും വീണ്ടും തലയും കുത്തി വീഴുന്നു. പാപത്താൽ നമ്മൾ തോൽപ്പിക്കപ്പെടുന്നു, പാപത്താൽ നമ്മൾ തകർക്കപ്പെടുന്നു, തഴക്കദോഷങ്ങൾ നമ്മളെ പിടികൂടുന്നു. നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നില്ല. നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പഴയ ജീവിതം അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ നന്നാക്കിയെടുക്കാൻ നോക്കരുത്. പകരം ആ പഴയ ജീവിതം യേശുവിൻ്റെ ക്രൂശിൽ അവസാനിക്കണം. പൗലോസ്ലീഹ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ്. പക്ഷേ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രമിച്ച് ഒടുവിൽ പരാജയപ്പെട്ടു പോയ പൗലോസ്ലീഹ ക്രൂശിൽ തറയ്ക്കപ്പെടാൻ വിട്ടുകൊടുക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ, തകർക്കപ്പെട്ടവനായി തീരുവാൻ, ഒന്നുമില്ലായ്മയായി തീരുവാൻ, ശൂന്യവൽക്കരിക്കുവാൻ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പഴയ മനുഷ്യൻ്റെ മുഴുവൻ ചെയ്തികളെയും ഇല്ലാതാക്കി ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവനിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ ലൈഫ് അവനിലേക്ക് കടന്നു വരികയാണ്. യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്, a life more abundantly. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നമ്മൾ ലാസറിനോട് ചോദിക്കുകയാണ്, ലാസറേ, എൻ്റെ പൊന്ന് ലാസറേ, ഈ പുനരുത്ഥാനം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഉയർപ്പെന്ന് പറയുന്നുണ്ടല്ലോ, എന്തൊരു ശക്തമാണല്ലേ ലാസറേ, എന്തൊരു മനോഹരമായിരുന്നല്ലേ ലാസറേ, ഉയർപ്പ് എന്തൊരു അനുഭവമാണല്ലേ. ലാസർ പറഞ്ഞു, തീർച്ചയായിട്ടും ഉയർപ്പ് ഭയങ്കര അനുഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിലൂടെ കടന്നു വന്നു, ദൈവത്തിൻ്റെ ശ്വാസം എന്നിലേക്ക് കടന്നു വന്നു, ചീഞ്ഞളിഞ്ഞ എൻ്റെ കോശങ്ങൾ ജീവൻ പ്രാപിച്ചു, അസ്ഥികൾ ജീവൻ പ്രാപിച്ചു, മജ്ജ ജീവൻ പ്രാപിച്ചു, ഞരമ്പുകളെല്ലാം തുടുത്തു. ഓ, എൻ്റെ ശരീരത്തിലൂടെ രക്തഓട്ടം ഉണ്ടായി, എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി, എൻ്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി, എൻ്റെ ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങി. ഒരു അനുഭവം തന്നെയായിരുന്നു. എന്നിട്ടൊരല്പനേരം മിണ്ടാതിരുന്നിട്ട് ലാസർ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കണമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം മരിക്കണമായിരുന്നു, ഞാൻ ആദ്യം തീരണമായിരുന്നു, എൻ്റെ പഴയ മനുഷ്യൻ അവസാനിക്കണമായിരുന്നു. ലാസർ എന്ന് പറയുന്ന എൻ്റെ ജീവിതം അവസാനിക്കാനാണ് യേശു കാത്തിരുന്നത്. ഞാൻ അവസാനിപ്പിച്ചപ്പോൾ അവൻ വന്നു, ഞാൻ തീർന്നപ്പോൾ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി, ഞാൻ മരിച്ചപ്പോൾ അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മളും കുറേ ദൈവവും കുറേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിലും പാപത്തെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിലും നമ്മൾ കൃപയുടെ കീഴിൽ പൂർണ്ണമായിട്ടും വരുമ്പോഴാണ്, ദൈവം നമ്മളെ പൂർണ്ണമായും താങ്ങിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പാപത്തിൻ്റെ പുറത്ത് വിജയം നേടാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവാകുന്ന ഇടയൻ്റെ കൂടെ നടക്കുന്ന ആടുകളിൽ ഒന്നാണ് ഞാൻ, പക്ഷേ ഞാനാകുന്ന ആട് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവേ, എന്നെ നടത്തരുതേ, പകരം എന്നെ തോളിലെടുക്കണമേ, എന്നെ മറ്റാടുകളുടെ കൂട്ടത്തിൽ നടത്തരുതേ, എന്നെ അങ്ങയുടെ തോളിലെടുക്കുന്ന ആടാക്കി മാറ്റണമേ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, താഴെക്കൂടെ ഞാൻ നടന്നാൽ, മണ്ണിലൂടെ ഞാൻ നടന്നാൽ, മറ്റാടുകളെപ്പോലെ ഞാൻ നടന്നാൽ ഞാൻ കാല് തെറ്റി താഴെ വീഴാൻ സാധ്യതയുണ്ട്. വഴിതെറ്റിപ്പോയ ഒരാടിനെ പോലെ 99 ഇവിടെ വിട്ടിട്ട് ഞാൻ വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട്, മുള്ളുകളിൽ കുടുങ്ങിപ്പോകാൻ ഇടയുണ്ട്. എന്നാൽ ഞാൻ അവൻ്റെ തോളിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് പിന്നെ നടക്കാൻ പറ്റുകയില്ല, അവൻ എന്നെ എടുത്തുകൊണ്ട് നടത്തുകയാണ്. ഞാൻ നടക്കുകയല്ല,
അവൻ എന്നെ എടുത്തുകൊണ്ട് പോകുകയാണ്. എനിക്ക് വീഴാൻ സാധ്യമല്ല, വഴി തെറ്റാൻ സാധ്യമല്ല, പാപം ചെയ്യാൻ സാധ്യമല്ല, പിശാചിന്റെ കൂടെ പോകാൻ സാധ്യമല്ല. കാരണം ഞാൻ യേശുവിൻ്റെ തോളിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ നടന്നുകൊണ്ടിരുന്ന എൻ്റെ നടപ്പ് അവസാനിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ പഴയ മനുഷ്യൻ അവസാനിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: ആസക്തികളാൽ കലുഷിതനായ വഞ്ചന നിറഞ്ഞ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പകരം പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയതില്ലാതായി തീരണം. നമ്മൾ എപ്പോഴാണ് പുതിയ ഉടുപ്പെടുത്തിടുന്നത്? പഴയ ഉടുപ്പ് നമ്മൾ ഉരിഞ്ഞു മാറ്റുന്നു, പഴയ ചുരിദാർ നമ്മൾ ഉരിഞ്ഞു മാറ്റുന്നു, പഴയ സാരി നമ്മൾ ഉരിഞ്ഞു മാറ്റുന്നു, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളും നമ്മൾ ഉരിഞ്ഞു മാറ്റുന്നു. എന്നിട്ട് നമ്മൾ കുളിക്കുന്നു, എന്നിട്ട് നമ്മൾ പുതിയ വസ്ത്രം എടുത്ത് ധരിക്കുന്നു. പഴയത് ഇട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്ത് പുതിയത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് പുതിയ വസ്ത്രം ഇട്ടാലും അടുത്തുകൂടെ വരുന്നവർക്ക് ഒരു നാറ്റം കിട്ടും, പഴയ വസ്ത്രത്തിൻ്റെ ദുർഗന്ധം കിട്ടും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാൻ പാടില്ല. പഴയ ജീവിതത്തിൻ്റെ പുറത്തേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടുവരാൻ പാടില്ല. നമ്മിൽ ഒരു മരണം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയാമോ? ആ വാക്ക് കേട്ട് നമ്മൾ പേടിക്കരുത്. പകരം നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കാതെ സമ്പൂർണമായ നിസ്സഹായ അവസ്ഥയിൽ വരണം. എ ടോട്ടൽ ഹെൽപ്ലെസ്നെസ്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കുമ്പോൾ, ഒന്നും എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത വണ്ണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സഹായതയിലിരിക്കുമ്പോൾ, ടോട്ടൽ ഡിപ്പെൻഡൻസി വരുമ്പോൾ, പൂർണ്ണമായ ആശ്രയത്വം വരുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ നിറയാൻ തുടങ്ങുന്നു. യേശു ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയത് തീരണം. കാനായിലെ കല്യാണ വീട്ടിൽ യേശു ക്രിസ്തു തരുന്ന മനോഹരമായൊരു സന്ദേശം ഇതാണ്: നിന്റെ പഴയകാല മതജീവിതം അവസാനിക്കണം, നിന്റെ പഴയകാല ആ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവസാനിക്കണം. അവിടെ പഴയ വീഞ്ഞ് തീർന്നു പോകണം. അപ്പോൾ പുതിയ വീഞ്ഞ് ഞാൻ ഉണ്ടാക്കിത്തരും. അതിന് കർത്താവ് അവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന്, കർത്താവ് പറയുന്നു ദാസരോടാണ് പറയുന്നത് വെള്ളം നിറയ്ക്കുവാൻ. 2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ദാസ്യ മനോഭാവം ഉണ്ടായിരിക്കണം. 2, വെള്ളം നിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്ന കാര്യം ഇതാണ്: ദാസ്യ മനോഭാവത്തോടു കൂടി, യജമാനത്വ മനോഭാവം ഇല്ലാതെ എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ യേശുവിലുള്ള ആശ്രയത്വം കൊണ്ട് നിറയ്ക്കുമ്പോൾ, ഞാൻ യേശുവിനെ പൂർണ്ണമായിട്ടും ചാരാൻ പഠിക്കുമ്പോൾ, ഞാൻ യേശുവിനെ അള്ളിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ യേശുവിനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ, ഇടിവെട്ടും മിന്നലും മഴയുമുള്ള സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അപ്പനെ മുറുകെ പിടിച്ച് തോളിലിരിക്കുന്നത് പോലെ ഞാൻ എപ്പോഴാണോ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കാൻ പഠിക്കുന്നത്, വക്കുവരെ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ആശ്രയത്വം എന്നാണ്. ബാക്കി ഇനി അതിലൊന്നുമില്ല. വെള്ളം വക്കുവരെ നിറഞ്ഞു, എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ടോട്ടൽ ഡിപ്പെൻഡൻസി, ടോട്ടൽ ഹെൽപ്ലെസ്നെസ്. ഞാൻ യേശുവിനെ അള്ളിപ്പിടിക്കുകയാണ്. അവിടെ പുതിയ വീഞ്ഞ് നിറയുകയാണ്. എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് ഞാൻ എന്നാണോ പഠിക്കുന്നത്, അന്ന് വരെ എൻ്റെ വീഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കും, അന്ന് വരെ എൻ്റെ പരാജയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഏത് ഡെലിവറൻസ് ധ്യാനത്തിന് പങ്കെടുത്താലും നമ്മിൽ പഴയ പാപം വീണ്ടും തിരിച്ചു വരും. കാരണം നമ്മിലെ പഴയ മനുഷ്യൻ്റെ മരണം സംഭവിച്ചിട്ടില്ല, നമ്മൾ ഒന്നുമില്ലായ്മയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ പാഠം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ പഠിക്കുന്നത്, അപ്പോൾ നമ്മുടെ വിജയം ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളെ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു. അനേക വർഷങ്ങൾ കുഞ്ഞില്ലാതെ അബ്രഹാം വിഷമിക്കുന്നുണ്ട്. അബ്രഹാം വളരെ സങ്കടപ്പെടുന്നുണ്ട്. ഒടുവിൽ ഒരു മാനുഷികമായ വീഞ്ഞ് അവിടെ ഉണ്ടാകുകയാണ്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്കൊരു കുഞ്ഞുണ്ടായാലേ പറ്റത്തുള്ളൂ, താങ്കളുടെ രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാകണം. അതായത് നമുക്ക് അല്പം മാനുഷ്യ നിർമ്മിതമായ വീഞ്ഞ് ഇവിടെ ഉണ്ടാക്കണം. അതാണ് പറയുന്നത്. അതാ എൻ്റെ ദാസിയായ ഹാഗാറിനെ പ്രാപിച്ചാലും നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയാൽ പോരെ. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുക്കുന്ന വീഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം അബ്രഹാമും സാറായും കൂടി വീഞ്ഞുണ്ടാക്കിയാണ്. മനുഷ്യരുണ്ടാക്കുന്ന വീഞ്ഞ് ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ വീഞ്ഞിൻ്റെ പേരാണ് ഇസ്മായേൽ. അവിടെ ഒരു വീഞ്ഞുണ്ടാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീഞ്ഞ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പുതിയ വീഞ്ഞ് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ പിന്നീട് വചനത്തിൽ കാണുകയാണ്, അബ്രഹാമിൻ്റെ മുഴുവൻ പ്രത്യുൽപാദന ശക്തിയും അവസാനിക്കുന്നത് വരെ ദൈവം കാത്തിരുന്നു.
ഇനി ഒരു ദാസിയിലും അബ്രഹാം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റാത്തവണ്ണം ഇനി ഏത് സ്ത്രീയുടെ കൂടെ അബ്രഹാം ഒരു ദാമ്പത്യ നിർവഹണത്തിലേക്ക് കടന്നാലും ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റാത്തവണ്ണം അബ്രഹാമിൻ്റെ മുഴുവൻ ശക്തിയും തീരുന്നത് വരെ, അബ്രഹാമിൻ്റെ പ്രത്യുൽപാദന ശക്തി തീരുന്നത് വരെ, അബ്രഹാമിൻ്റെ പുരുഷത്വം തീരുന്നത് വരെ, അബ്രഹാം ഒരു ചണ്ടി പോലെ ആകുന്നത് വരെ, മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ അബ്രഹാം വാർദ്ധക്യത്തിൽ ഞെരുങ്ങി ഒരു ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ എത്തുന്നത് വരെ ദൈവം കാത്തിരുന്നു. അബ്രഹാമിൻ്റെ പഴയ ശക്തി തീരുന്നത് വരെ, പഴയ വീഞ്ഞ് തീരുന്നത് വരെ ദൈവം കാത്തിരുന്നു. ദൈവമേ, എനിക്കിനി സ്വന്തമായിട്ടൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല ദൈവമേ. സാറായുടെ ഗർഭപാത്രം ചകിരി പോലെ ഉണങ്ങി വരണ്ടു പോകുന്നത് വരെ ദൈവം കാത്തിരുന്നു. രണ്ടുപേരും വട്ടപൂജ്യമായി, പഴയ വീഞ്ഞ് പൂർണ്ണമായും തീർന്നു. ഈ സമയത്ത് ദൈവം അവരെ സന്ദർശിക്കുകയാണ്. ഓക്കുമരത്തിന്റെ ചുവട്ടിൽ 3 ആളുകൾ കടന്നു വരുന്നത് കണ്ടു. അബ്രഹാം ഓടിച്ചെന്ന് 3 പേരെ താണുവണങ്ങി. ത്രിയേക ദൈവം കടന്നു വരികയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. അബ്രഹാം അവർക്ക് വിരുന്നു കൊടുക്കുന്നു, ആരാധനയെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിനെ പാകം ചെയ്ത് കറിയുണ്ടാക്കി അപ്പവും ചുട്ട് കൊടുക്കുകയാണ്. ഇത് ആരാധനയെ കാണിക്കുകയാണ്. വീഞ്ഞ് തീർന്നു പോയ അവസ്ഥയിൽ അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നു, സ്വയം നൽകിക്കൊണ്ട് ആരാധിക്കുന്നു, സ്വയം ദാനമായി നൽകിക്കൊണ്ട് ഒരു ആരാധന ഉയർത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് ദൈവം പറയാണ്, നിനക്ക് അടുത്ത വർഷം നിന്റെ ഭാര്യ സാറായിൽ തന്നെ ഞാനൊരു കുഞ്ഞിനെ തരും. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം അവിടെ ഇസഹാക്ക് ജനിക്കുകയാണ്. ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്നാണ്, സന്തോഷമെന്ന, ചിരി എന്നാണ്. അവിടെ പുതിയ വീഞ്ഞ് കിട്ടുകയാണ്. ആ പുതിയ വീഞ്ഞ് കിട്ടിയപ്പോൾ അബ്രഹാമും സാറായും സന്തോഷിക്കുന്നു. പക്ഷെ ഈ സമയത്ത് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹാഗാറിൽ നിനക്ക് ജനിച്ച ഇസ്മായിൽ നിനക്കും സാറായ്ക്കും കൂടി ജനിച്ച കുഞ്ഞായ ഇസഹാക്കിനോടൊപ്പം ഈ വീട്ടിൽ ഇനി ചിരിച്ചു കളിച്ച് വളരാൻ പാടില്ല. കാര്യം അവർ ചിരിച്ചു കളിച്ച് വളരത്തില്ല, അവർ തമ്മിലടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടുപേർക്കും ഇനി ഒരുമിച്ച് വസിക്കാൻ പറ്റില്ല. പഴയ വീഞ്ഞിനെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ബാക്കി ഉണ്ടായിരുന്ന പഴയ വീഞ്ഞിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇസ്മായേൽ ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. ഇസഹാക്ക് അവിടെ ജനിച്ചു വളരുകയാണ്. ഇസഹാക്കിൻ്റെ വംശാവലിയിലാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഒരുപാട് ധ്യാനങ്ങൾ കൂടി, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചു, എന്നും പള്ളിയിൽ പോയി കൈ വിരിച്ചു പിടിച്ചെന്ന് കരുണക്കൊന്ത് ചൊല്ലി, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും തഴക്കദോഷം മാറുന്നില്ല. ഇതെല്ലാം ചെയ്തിട്ടും 2 മാസം കഴിയുമ്പോൾ പാപം വീണ്ടും പിടികൂടി നമ്മളെ അടിച്ചു മലർത്തി താഴെ ഇടുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കൊടുങ്കാറ്റ് കടന്നു വന്ന് നമ്മൾ വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, അവൻ്റെ ക്രൂശിൽ ഞാൻ മരിക്കണം, അവനോടൊപ്പം കല്ലറയിൽ ഞാൻ അടക്കപ്പെടണം. ഇത് ആത്മാവിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ പ്രാർത്ഥനയിൽ എന്നിൽ ഇത് സംഭവിക്കണം. എൻ്റെ മരണം സംഭവിക്കണം, എൻ്റെ ജഡത്തിൻ്റെ മരണം സംഭവിക്കണം, എൻ്റെ പഴയ മനുഷ്യൻ്റെ മരണം സംഭവിക്കണം, എനിക്ക് അനങ്ങാൻ പറ്റാത്തവണ്ണമുള്ള ഒരു മരണം സംഭവിക്കണം. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ പോലും എനിക്ക് നിന്റെ കൃപ വേണം എന്ന് പറയുന്ന ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് ഞാൻ വരണം. കർത്താവേ, ഒരു നന്മ നിറഞ്ഞ മറിയം നീ ആഗ്രഹിക്കുന്നത് പോലെ ചൊല്ലണമെങ്കിൽ നിന്റെ കൃപ എനിക്ക് വേണം. കർത്താവേ, ബൈബിളിലെ ഒരു വചനമൊന്ന് വായിക്കണമെങ്കിൽ എനിക്ക് നിന്റെ കൃപ വേണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ വേണം. യേശു കർത്താവാണെന്ന് പറയുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഒരു ഹല്ലേലൂയ പറയുവാൻ എനിക്ക് ദൈവത്തിന്റെ കൃപ വേണം. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ പോലും എനിക്ക് നിന്റെ കൃപ വേണം. അത്രയ്ക്ക് ഞാൻ ജഡമാണ്, പാഴാണ്, ശൂന്യമാണ്, മണ്ണാണ്, പൊടിയാണ് എന്ന് പറയുന്നതിൻ്റെ പേരാണ് മരണം. അവിടെയാണ് എൻ്റെ പഴയ വീഞ്ഞ് അവസാനിക്കുന്നത്. എൻ്റെ പഴയ വീഞ്ഞ് അവസാനിക്കുമ്പോൾ കൃപയുടെ പുതിയ വീഞ്ഞ് കടന്നു വരികയാണ്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മധുരമുള്ള പുതിയ വീഞ്ഞ്, നുരഞ്ഞു പൊന്തുന്ന പുതിയ വീഞ്ഞ്, ആനന്ദം തരുന്ന പുതിയ വീഞ്ഞ്, അഭിഷേകത്തിൻ്റെ പുതിയ വീഞ്ഞ്, അത് കുടിക്കുന്നവർക്കെല്ലാം ആനന്ദം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന സകലരിലേക്കും ഈ വീഞ്ഞ് ഒഴുകുന്നു. എൻ്റെ അടുത്ത് വരുന്ന സകലരിലേക്കും അഭിഷേകം ഒഴുകുന്നു. എല്ലാവർക്കും ഈ മാധുര്യം അനുഭവപ്പെടാൻ തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് അല്പം ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പഴയ വീഞ്ഞു കുടിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. 5 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ചിട്ടും ജഡത്തിൻ്റെ മോഹങ്ങൾ ശമിക്കുന്നില്ല, കാമദാഹം അവസാനിക്കുന്നില്ല, ലൈംഗിക ദാഹം അവസാനിക്കുന്നില്ല. അവളിപ്പോൾ 6-ാമത്തെ ഒരുത്തിൻ്റെ കൂടെ താമസിക്കുകയാണ്. മാറി മാറി അവൾ വെറൈറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ദാഹം തീരുന്നില്ല. ഈ പഴയ വീഞ്ഞ് എങ്ങനെ കുടിച്ചു നോക്കിയിട്ടും അവൾക്കൊരു ലഹരി കിട്ടുന്നില്ല, അവൾക്ക് സമാധാനം കിട്ടുന്നില്ല, അവൾക്ക് സന്തോഷം കിട്ടുന്നില്ല, അവൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നില്ല. അവൾ പുരുഷന്മാരെ മാറി മാറി പരീക്ഷിച്ചു നോക്കിയാണ്, പക്ഷേ വേദന മാത്രമേ ഉള്ളൂ. ഒരാളുടെ കൂടെ കുറച്ച് കാലം താമസിച്ചു കഴിഞ്ഞപ്പം ഭയങ്കരമായ വേദന, അയാളെ വിട്ടു അടുത്ത ആളുടെ കൂടെ പോയി. അങ്ങനെ മാറി മാറി നോക്കിയിട്ടും പറ്റുന്നില്ല. ഒടുവിൽ അവൾ ഒരാളെ കണ്ടെത്തുകയാണ്.
യാക്കോബിന്റെ കിണറ്റിന്റെ കരയിൽ സാക്ഷാൽ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ യേശു ക്രിസ്തു, Jesus Christ. Oh, the wonderful name of Jesus, the beautiful name of Jesus, the mighty name of Jesus. യേശുവിനെ അവൾ കണ്ടെത്തുകയാണ്. ഒരുപാട് പഴയ വീഞ്ഞ് കുടിച്ചിട്ടും രക്ഷപ്പെടാത്ത അവൾ യേശുവിനെ കണ്ടെത്തുമ്പോൾ യേശു പറയുന്നു, മോളെ, നിനക്ക് ഞാൻ പുതിയ വീഞ്ഞ് തരാം, പരിശുദ്ധാത്മാവാകുന്ന പുതിയ വീഞ്ഞ് നിനക്ക് ഞാൻ തരാം. പക്ഷേ നീ നിന്റെ പഴയ ജീവിതത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കണം. നീ നിന്റെ പഴയ ജീവിതത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അതിനെ നീ ഒന്ന് മേക്കപ്പ് ഇട്ട് റിപ്പയർ ചെയ്യാൻ നോക്കരുത്. പകരം അതിനെ നീ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അതിനെ നീ കൊല്ലാൻ തീരുമാനിച്ചാൽ, അതിനെ നീ തകർത്ത് കളയാൻ തീരുമാനിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരാം, പുതിയ വീഞ്ഞ് തരാം. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ ആ കുടം, വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം യേശു ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ വച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ പഴയ ജീവിതം അവസാനിച്ചു. പഴയ വീഞ്ഞിന് വേണ്ടിയുള്ള ഓട്ടം അവസാനിച്ചു. പുരുഷന്മാരുടെ പുറകെയുള്ള ഓട്ടം അവസാനിച്ചു. യഥാർത്ഥ വീഞ്ഞിന് വേണ്ടിയുള്ള ഒരു ദാഹം അവൾക്കുണ്ടായി. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും പാപത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകാത്ത വണ്ണം ഒരു വലിയ നദി പോലെ, മോളെ, നീ ഇവിടെ കിണറല്ലേ കണ്ടുള്ളൂ, നിനക്ക് ഞാൻ തരാൻ പോകുന്നത് നദിയാണ്. നീ ഇനി കിണറല്ല കാണാൻ പോകുന്നത്, നദിയാണ്. ജലത്തിന് ക്ഷാമമില്ലാത്ത ഒരു റിവർ, ഒരു വലിയ നദി. ആ നദി നിന്നിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ടല്ലോ. നീ അധരം തുറക്കുമ്പോൾ, നീ പുഞ്ചിരിക്കുമ്പോൾ, നീ ഒന്ന് നോക്കുമ്പോൾ, നീ ഒന്ന് കൈനീട്ടുമ്പോൾ, നീ ആരുടെയെങ്കിലും അടുത്ത് ചെല്ലുമ്പോഴെല്ലാം നദി ഒഴുകാൻ പോകുകയാണ്. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ, ജീവജലത്തിന്റെ നദി ഒഴുകാൻ പോവുകയാണ്. നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവളുടെ പഴയ ജീവിതത്തെ അവസാനിപ്പിച്ചിട്ട് യേശു ക്രിസ്തു കൊടുത്ത പുതിയ വീഞ്ഞ് അവൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവൾ സമരിയ പട്ടണത്തിലേക്ക് കടന്നു നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പഴയ വീഞ്ഞിനെ ഞാൻ തച്ചുടച്ചു, എനിക്ക് പുതിയ വീഞ്ഞ് കിട്ടി, സ്വർഗത്തിൻ്റെ പുതിയ വീഞ്ഞ് കിട്ടി. ഞാൻ കാണേണ്ടവനെ കണ്ടു, എൻ്റെ പഴയ മനുഷ്യൻ അവസാനിച്ചു, എൻ്റെ ജഡമോഹം അവസാനിച്ചു, എൻ്റെ ലൈംഗിക ദാഹം അവസാനിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയായി, ഞാൻ പുതിയതായി. അവൾ എന്ന് പറയാണ്, അവൾക്ക് പുതിയ വീഞ്ഞ് കിട്ടി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കല്ല് പോലുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം തരും, ശുദ്ധജലം തളിക്കും, ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാക്കി മാറ്റും. അതുകൊണ്ടായിരിക്കണം പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഈ 120 പേര് പുറത്തിറങ്ങിയപ്പോൾ ലോകത്തിന്റെ മനുഷ്യർ വിളിച്ചു പറയുന്നുണ്ട്, അതാ അവർ പുതിയ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു, അവരുടെ കൈയും കാലും ഉറയ്ക്കുന്നില്ല, അവരുടെ സംസാരം കുഴയുന്നുണ്ട്, എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, എല്ലാവരും ഫിറ്റായിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. 120 പേര് പുതിയ എന്തോ വീഞ്ഞു കുടിച്ചിരിക്കുക. അതെ, അവർ പറഞ്ഞ വാക്ക് കറക്റ്റാണ്, പുതിയ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു. അവർ പറഞ്ഞത് ശരിയാണ് പ്രിയപ്പെട്ടവരെ, അവർക്കൊരു പുതിയ വീഞ്ഞ് കിട്ടി. യഹൂദ മതത്തിന്റെ പഴയ വീഞ്ഞ് അവിടെ അവസാനിക്കുകയാണ്. ആചാര അനുഷ്ഠാനങ്ങളുടെ പഴയ വീഞ്ഞ് അവിടെ അവസാനിക്കുകയാണ്. ആ മാളിക മുറിയിൽ പഴയ പാരമ്പര്യങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെടുകയാണ്. യഹൂദ മതത്തിന്റെ ആർക്കും താങ്ങാൻ പറ്റാത്ത നിയമങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. പകരം കൃപയുടെ പുതിയ യുഗം ആരംഭിക്കുകയാണ്. പുതിയ വീഞ്ഞ് ഇറങ്ങി വന്നു സ്വർഗത്തുനിന്ന്. ലഹരി പിടിപ്പിക്കുന്ന, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന, കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്ന, പരിശുദ്ധി ഒഴുക്കുന്ന, അഭിഷേകം നൽകുന്ന, നമ്മളെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന, ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ പൊന്നു 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 പരിശുദ്ധാത്മാവ് പുതിയ വീഞ്ഞ് 120 പേരുടെ മേൽ ഇറങ്ങി വന്നു സഭ ആരംഭിക്കുകയാണ്. സഭ എന്ന് പറഞ്ഞാൽ പുതിയ വീഞ്ഞു കൊടുക്കുന്ന ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ മനസ്സിൽ സഭ എന്ന് പറയുന്നത് പഴയ വീഞ്ഞു കുടിച്ചിട്ടും തൃപ്തി കിട്ടാതെ വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകുന്ന മനുഷ്യൻ സഭയിലേക്ക് വരുമ്പോൾ അവന് പുതിയ വീഞ്ഞു കൊടുക്കേണ്ട സ്ഥലമാണ് സഭ. ഇതാണ് ദൈവത്തിന്റെ മനസ്സ്. പുതിയ വീഞ്ഞ് പകർന്നു കൊടുക്കേണ്ട സഭയാണ്. ഒരു ദൈവവചന പ്രഘോഷണത്തിൽ പുതിയ വീഞ്ഞ് കുടിക്കുന്ന അനുഭവം സഭയിലെ മക്കൾക്ക് കിട്ടണം. അവിടെ അപ്പം മുറിക്കുമ്പോൾ, വിശുദ്ധ കുർബാന ആചരിക്കുമ്പോൾ പുതിയ വീഞ്ഞ് കുടിക്കുന്ന അനുഭവം ഉണ്ടാകണം. അവിടുത്തെ ശുശ്രൂഷകർ കരമുയർത്തുമ്പോൾ പുതിയ വീഞ്ഞ് കുടിക്കുന്ന അനുഭവം ഉണ്ടാകണം. പാട്ട് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ വീഞ്ഞിന്റെ ലഹരി അവിടെ ഒഴുകി വരണം. എല്ലാവരും സ്വർഗത്തിന്റെ ലഹരി പിടിച്ച് ഉന്മത്തരായി തീരണം. പുതിയ ഭാഷകൾ സംസാരിക്കണം, ആത്മാവിൽ ആരാധിക്കണം, പിശാചിന്റെ മേൽ ചവിട്ടി നടക്കണം, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെയും മുഴുവൻ ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുന്ന പരിശുദ്ധാത്മ വീഞ്ഞ്. ഇതാ പഴയത് മാറ്റി പുതിയത് നിറയ്ക്കാൻ യേശു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനിക്കണം, എന്നാലേ ഇത് കിട്ടൂ. നമ്മുടെ വേലത്തരങ്ങളും ടെക്നിക്കുകളും ഒക്കെ നിൽക്കണം. അവന്റെ ക്രൂശിൽ നാം ഇല്ലാതാകണം. നാഥ, എന്നെ കൊണ്ട് ഒരാടി മുന്നോട്ട് പോകാൻ പറ്റില്ല, നിന്നെ കൂടാതെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, യേശു വരുന്നു. പിന്നീട് നിങ്ങൾ കാണുന്നത് ഒരു അത്ഭുതമാണ്. അനേക വർഷങ്ങൾ സാധിക്കാത്തത്
അവൻ സാധിപ്പിച്ചു തരുന്നു. കൃപയുടെ ജീവിതം, പുതിയ വീഞ്ഞിൻ്റെ ജീവിതം. കണ്ണുകളടയ്ക്കാം. യേശുവേ, ഞാനും എൻ്റെ പഴയ തോൽക്കുടത്തെ തകർക്കുകയാണ്. സമരിയാക്കാരി സ്ത്രീയെപ്പോലെ കുടം ഞാൻ താഴെ വയ്ക്കുന്നു. എനിക്കിത് പറ്റില്ല കർത്താവേ. സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അത് ഞാൻ ഏറ്റുപറയുന്നു. നിസ്സഹായതയിൽ ഞാൻ തിരുമുഖത്തേക്ക് നോക്കുന്നു. നാഥ, നീ വരിക, എന്നെ പുതിയ തോൽക്കുടമാക്കി മാറ്റുക, നിന്റെ പുതിയ വീഞ്ഞുകൊണ്ട് നിറയ്ക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.